നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചീസ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനാദ്യം തന്നെ നമ്മൾ ഒരു 500 പാലാണ് എടുക്കുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കവർ പാലാണ്. സാധാരണ നാടൻ പാലിലും ഇത് ചെയ്യാം. ആദ്യം തന്നെ ഈ പാല് നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. കുടിക്കേണ്ട പാകത്തിനുള്ള ചൂടായാൽ മതി. അതിനുശേഷം നമുക്ക് പാല് ചൂടായോടെ നമുക്കത് ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ഇറക്കി വെക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കാച്ചി വെച്ച പാലിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് പിരിച്ചെടുക്കണം. കാരണം ഇത് തിളപ്പിച്ചിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കേണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കുറഞ്ഞു വരും. ഇതിപ്പം നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു നേരിയ തുണിയിൽ പിഴിഞ്ഞെടുക്കാം. നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നേരിയ തുണിയോ അല്ലെങ്കിൽ നല്ല തോർത്തോ കണ്ണിയകലമുള്ള തോർത്തോ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നേരിയ കണ്ണിയുള്ള തോർത്താണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് പിരിഞ്ഞു പോയ പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മെല്ലെ അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് അമർത്തി പിഴിയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും. പിഴിഞ്ഞ് പാല് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മിക്സിയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. 500 പാല് പിരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്ര പോലെയാണ് കിട്ടിയത്. ഇത് നമുക്കിനി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അതിന് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിൽ ഒരു 2 സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണ് ഒട്ടും തരിയില്ലാതെ നല്ല ക്രീമിയാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. പാല് പിരിച്ചെടുത്ത ഈ വെള്ളം ഇനി നമുക്ക് ആവശ്യമില്ല. അടുത്തതായി നമ്മൾ ചീസ് ഉണ്ടാക്കാൻ 1 സ്പൂണ് ജെലാറ്റിനാണ് എടുക്കുന്നത്. അത് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂണ് പാലാണ് അതിന് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴത്തേന് നമുക്ക് അടുത്ത ജെലാറ്റിൻ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് അടിച്ച് വെച്ച ക്രീം പാത്രത്തിൽ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ 500 പാല് പിരിച്ചെടുത്തതിൻ്റെ ക്രീമാണ് ഇത്ര പോരാ. ഇതിൽ കൂടുതൽ നമുക്ക് ആക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപയോഗിച്ചാൽ മതി. നമ്മൾ തയ്യാറാക്കിയ ക്രീമിലേക്ക് നമുക്കിനി കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിനും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് അതിലേക്ക് അടുത്തതായിട്ട് പാലൊഴിച്ച് കുതിരാൻ വെച്ചിരിക്കുന്ന ജെലാറ്റിനും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി നമുക്കൊരു 3 കൂടെ യോജിപ്പിക്കാം. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഓണാക്കി വെക്കരുത്, ചൂടാകാൻ പാടില്ല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഗ്യാസ് ഓണാക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു കുഞ്ഞ് കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ബട്ടറോ നെയ്യോ ഏതാണെന്ന് നമ്മുടെ അടുത്തുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് 3 കൂടെ യോജിച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഈ പാല് തിളച്ച് വരണ്ട, അതിന് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇതിനൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല, അത് നല്ല കളർഫുള്ളായിട്ടിരിക്കും. നമ്മളിപ്പോൾ ഇത് ഗ്യാസിൽ നിന്ന്
ഇറക്കി വെച്ച് താഴെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിരത്തി ഒഴിച്ച് കൊടുക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് 2 മണിക്കൂർ തണുപ്പിക്കണം. എന്നിട്ട് വേണം നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഒഴിച്ച് വെക്കുന്നത്. ഇതിൽ പുറത്ത് ബട്ടർ ലേശം തേച്ച് കൊടുക്കണം. എന്നാലേ ഒഴിച്ച് ഇത് തണിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനത്തെ 3 പാത്രങ്ങളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കണം. എന്നാൽ നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ച ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നമ്മളൊന്ന് ചീസ് മുറിച്ച് നോക്കാം എങ്ങനെയായി. നല്ല സോഫ്റ്റാണ്. നമുക്കിതൊന്ന് നല്ല എടുത്ത് നോക്കാം. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഒരുപാട് കട്ടിയില്ലാതെ നമുക്കിതിനെ ഒരു അടപ്പുള്ള പാത്രത്തിൽ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇത് ഞാൻ കുറച്ച് കട്ടിയിലാക്കിയതാണ്. നല്ല കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? നമുക്കിങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് അന്നേരം എടുത്ത് ഉപയോഗിക്കാം. നമുക്കിതുപോലെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നാൽ നമുക്ക് ആവശ്യത്തിന് അന്നേരം ഉപയോഗത്തിന് എടുത്താൽ മതി.